IPL-ൽ ഇന്ന് ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത് സഞ്ജു എന്ന മലയാളി താരത്തിന്റെ അഴിഞ്ഞാട്ടത്തിനാണ്. വെറുമൊരു സെഞ്ചുറി മാത്രമല്ല, ചെന്നൈ ആരാധകരുടെ ഹൃദയം കവർന്ന ഒരു പടയപ്പ സല്യൂട്ട് കൂടി ഇന്ന് മൈതാനത്ത് പിറന്നു. കരിയറിലെ തിരിച്ചടികൾക്ക് ബാറ്റുകൊണ്ട് മറുപടി നൽകിയ സഞ്ജു മത്സരശേഷം രവിശാസ്ത്രിയോട് മനസ്സു തുറന്നപ്പോൾ കണ്ടത് ആത്മവിശ്വാസമുള്ള ഒരു പോരാളിയെയാണ്. സഞ്ജുവിന്റെ ഇന്നത്തെ പ്രകടനത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞ ഹൃദയസ്പർശിയായ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായി നോക്കാം. ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിനു വേണ്ടി ഓപ്പണിംഗിനിറങ്ങിയ സഞ്ജു തുടക്കം മുതൽക്കേ ആക്രമിച്ചു കളിച്ചു. ഋതുരാജ് ഗെയ്ക്വാഡ് നേരത്തെ പുറത്തായെങ്കിലും യുവതാരം ആയുഷ് മാത്രയെ കൂട്ടുപിടിച്ച് സഞ്ജു സ്കോർ ഉയർത്തി. വെറും 52 പന്തിൽ നിന്നാണ് സഞ്ജു തന്റെ മാന്ത്രിക സെഞ്ചുറി പൂർത്തിയാക്കിയത്. 113 റൺസിന്റെ കൂറ്റൻ പാർട്ട്ണർഷിപ്പാണ് ഇരുവരും ചേർന്ന് പടുത്തുയർത്തിയത്. തന്റെ ലാൻഡ്മാർക്ക് എത്തിയ ഉടനെ സ്റ്റേഡിയത്തെ സാക്ഷിയാക്കി സ്റ്റൈൽ മന്നൻ രജനീകാന്തിന്റെ പടയപ്പ സല്യൂട്ട് നൽകിയ സഞ്ജുവിനെ ആർപ്പുവിളികളോടെയാണ് ചെന്നൈ സ്വീകരിച്ചത്. മത്സരശേഷം രവിശാസ്ത്രിയുമായുള്ള സംഭാഷണത്തിലാണ് സഞ്ജു തന്റെ ഉള്ളിലെ പോരാട്ടങ്ങളെക്കുറിച്ച് സംസാരിച്ചത്. സഞ്ജു പറഞ്ഞ പ്രധാന കാര്യങ്ങൾ ഇവയാണ്: മനസ്സിലെ സംശയങ്ങൾ. എത്ര ഫോമിലാണെങ്കിലും എത്ര വലിയ താരമാണെങ്കിലും 1-2 മത്സരങ്ങളിൽ പരാജയപ്പെട്ടാൽ മനസ്സിൽ സംശയങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. ആ തിരിച്ചടികൾ എന്നെയും അലട്ടിയിരുന്നു. ബേസിക്സിലേക്ക് മടങ്ങുക എന്നത്. അമിതമായി ചിന്തിക്കാതെ എന്റെ കളിരീതിയിലേക്ക് തന്നെ മടങ്ങാനാണ് ഞാൻ തീരുമാനിച്ചത്. കളി മാറ്റണോ അതോ കൂടുതൽ ആക്രമിക്കണോ എന്നൊക്കെയുള്ള ചിന്തകൾ വന്നു. പക്ഷേ എനിക്ക് വർക്കായ ശൈലിയിൽ തന്നെ ഉറച്ചുനിന്നു. അതിന്ന് ഫലം കണ്ടു. ക്യൂറേറ്റർക്കുള്ള നന്ദി. ബാറ്റിംഗിന് അനുകൂലമായ മികച്ച വിക്കറ്റൊരുക്കിയ ക്യൂറേറ്റർക്ക് സഞ്ജു പ്രത്യേകം നന്ദി പറഞ്ഞു. സ്പിന്നർമാർക്ക് തുടക്കത്തിൽ ചെറിയ സഹായം കിട്ടിയെങ്കിലും കളി പുരോഗമിക്കുന്തോറും ബാറ്റിംഗ് എളുപ്പമായെന്ന് സഞ്ജു വിലയിരുത്തി. ആയുഷിനെക്കുറിച്ചുള്ള പ്രശംസ. യുവതാരം ആയുഷ് മാത്രയുടെ പ്രകടനത്തെ സഞ്ജു ഏറെ പ്രശംസിച്ചു. അവനൊപ്പം ബാറ്റ് ചെയ്യുന്നത് താൻ ശരിക്കും ആസ്വദിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. ചെന്നൈയിൽ 2 കാര്യങ്ങളോടാണ് ജനങ്ങൾക്ക് ഭ്രാന്തമായ ആവേശമുള്ളത്. 1 CSK, 2 രജനീകാന്ത്. പടയപ്പ സല്യൂട്ടിലൂടെ സഞ്ജു ഈ 2 വികാരങ്ങളെയും ഒരേ സമയം തൊട്ടുണർത്തി. ഡൽഹി ക്യാപിറ്റൽസ് ഫീൽഡിംഗിൽ ചില പിഴവുകൾ വരുത്തി സഞ്ജുവിനെ ഡ്രോപ്പ് ചെയ്തത് അവർക്ക് വലിയ വില നൽകേണ്ടി വന്നു. ഈ സീസണിൽ CSK തുടർച്ചയായ 3-ാം തവണയാണ് 200+ സ്കോർ കണ്ടെത്തുന്നത്. ഈ വിജയത്തിന് പിന്നിൽ സഞ്ജു എന്ന നായകന്റെയും ബാറ്റിംഗ് കരുത്തിന്റെയും വലിയ പങ്കുണ്ട്. സഞ്ജു സാംസൺ എന്ന ക്രിക്കറ്ററുടെ കരിയറിലെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിൽ ഒന്നായിരിക്കുമിത്. വിമർശകരുടെ വായടപ്പിക്കുന്ന പ്രകടനത്തിലൂടെ താൻ എന്തിനും തയ്യാറാണെന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. സഞ്ജുവിന്റെ ഈ ബാറ്റിംഗ് വെടിക്കെറ്റിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ കായിക വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി റിയൽ മലയാളം TV സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.